ഹലോ ഹലോ, ആരാ? റോയ് ആണോ? അതെ, ആരാ? ഇത് ഞാനപ്പായി. കുട്ടപ്പായിയോ? എന്താ ഈ നേരത്ത്? ഇപ്പൊ എത്രയായി? 3:15. ഞാനിവിടെ പഴനിന്നൊരു പെട്രോൾ പമ്പിൽ നിന്ന് വിളിക്കാം. ചരിത്രമൊക്കെ പിന്നെ പറയാം. ഞങ്ങൾ അങ്ങോട്ട് വരിക. ഞാൻ മാത്രമല്ല, ഞങ്ങൾ 4-5 ആളുണ്ട്. ഒന്നുമില്ലെന്തേ, നാട്ടിൽ ചെറിയൊരു അടിപിടി. കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കാൻ എല്ലാരും പറഞ്ഞു. അത് കൊള്ളാം. നോട്ടീസ് അടിച്ചിറക്കിയിട്ട് ഒളിച്ചോടാൻ പറ്റൂടാ? ഞങ്ങൾ പുലർച്ചെ അങ്ങ് എത്തിക്കോളാം. നീ കിടന്ന് ഉറങ്ങിക്കോ. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആരാ? എന്റെ ഒരു ഫ്രണ്ടാ. ഏറെ ചെക്ക് പണിയാച്ചാ? പണിയാച്ച്. വെച്ചിക്കോ. എന്നെ ഈ ശനിയാഴ്ച ഞാൻ വരും. നമ്മുടെ കാര്യം നീ അമ്മയോട് പറഞ്ഞ മോളെ? എന്താ പറയാതിരുന്നത്? എനിക്കറിയാം നിനക്ക് അമ്മയെ പിരിയാൻ വയ്യെന്ന്. ഞാൻ നിന്റെ ആരുമല്ല, അല്ലേ? അതുകൊണ്ടല്ല, ഇനിയും താമസിച്ച ഞാനും ചീത്തയായി പോവും. അതറിയാത്തോണ്ടുമല്ല. എന്നാലും അമ്മ ബാലേട്ട, ഞാനൊരു കാര്യം പറഞ്ഞ കേൾക്കാമോ? നമ്മുടെ കല്യാണം കഴിഞ്ഞാ നമുക്ക് അമ്മയെ കൂടി കൊണ്ടുപോകണം. ഇവിടുന്ന് ദൂരെ ബാലേട്ടൻ ജോലിയെടുക്കുന്ന സ്ഥലത്ത് നമുക്കൊരുമിച്ച് അവിടെ കഴിയാം. നിന്റെ അമ്മ എന്റെ അമ്മ കൂടിയാകേണ്ടതാണ്. പക്ഷേ ഒരു വേശ്യ എനിക്ക് എന്റെ അമ്മയായി കാണാൻ കഴിയില്ല ശ്രുതി. അമ്മ എന്തൊക്കെ തെറ്റെയ്താലും ഞാൻ ക്ഷമിക്കേണ്ടതാണ്. അതൊരു തെറ്റല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഒരു കൈക്കുഞ്ഞായിരുന്നു എന്നെ മാറത്തടുക്കി പിടിച്ചുകൊണ്ടാണ് അമ്മ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയത്. കളയാമായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും അനാഥ മന്ദിരത്തിൽ കൊടുക്കാമായിരുന്നു. ഇപ്പൊ വേണമെങ്കിൽ എന്നെ അമ്മയുടെ വഴിയിൽ വിടാം. അതിനുള്ള പ്രായവും തുടിപ്പും ആയെന്നല്ലേ എല്ലാവരും പറയുന്നത്. അതെന്റെ അമ്മ ചെയ്തില്ലല്ലോ. നീ വിഷമിക്കാൻ പറഞ്ഞല്ല. എന്റെ കാര്യം നീ അമ്മയോടൊന്ന് പറയൂ. ആദ്യം അവർ സമ്മതിക്കട്ടെ, പിന്നെ എവിടെയെങ്കിലും പോകാം, ദൂരെ എവിടെയെങ്കിലും.
വണക്കം മുതലാളി. അമ്മണി പോയാടാ? ഇല്ലെന്നാ തോന്നണത്. ആ, അവളെ ഞാൻ വിളിക്കുന്നു പറ. നോക്കി നിൽക്കുന്നത് കേറി പോടിയാത്ത്. അമ്മനെ വിളിക്കും. അക്കാ അക്കാ അക്കാനെ ഡ്യൂട്ടി കഴിയല്ലേ? ഇതാ മുതലാളി വിളിക്കുന്നു. ഇത് 300 600? അത് 300 മുതലാളി. ഒന്ന് തെളിച്ചെഴുതിക്കൂടെ? പൈസ ഇന്നത്തെ ദിവസം ഓർമ്മയുണ്ട്. ഇന്ന് വൈകിട്ട് അയാൾ വരും. ആ തമിഴൻ തേവരും. ശനിയും ഞായറും ഇവിടെ കാണും. വയ്ക്കോ. അക്കാ 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 എന്താ? ഇന്ന് രാത്രി ചിലപ്പോ അക്കൻ അവിടെ ഇല്ലായിരിക്കും, ഡ്യൂട്ടി ബംഗ്ലാവിലായിരിക്കും. തേവർ വരും. ഇന്ത് വറവില് മുത്തൂരൊരു സൈക്കിള് വാങ്ങിത്തരാമെന്ന് തേവര് പറഞ്ഞിരിക്കുക. പക്ഷേങ്കില് അക്കം വിചാരിച്ചില്ലേ സൈക്കിള് കിട്ടൂ. ഇന്ത വെളുപ്പാങ്കാലത്തിലെ 4-5 കിലോമീറ്റർ നടക്കാന്ന് പറഞ്ഞാ ரொம்ப കഷ്ടമൊക്കെ. അതിന് ഞാൻ എന്താ ചെയ്യണ്ടേ? അക്കം പെറിയ മനസ്സ് വിചാരിച്ച് വൈകിട്ട് ബംഗ്ലാവിൽ വരുമ്പോൾ അശ്വതിയെ കൂടെ കൊണ്ടുവന്നാൽ നല്ലത്. തേവരോലെ പൊന്നുപോലെ നോക്കിക്കോളും. അക്കം പിന്നെ കഷ്ടപ്പെടുകയും വേണ്ട. പൊന്നിന് പൊന്ന്, തുണിക്ക് തുണി. അക്കാ പെണ്ണ് പെരിയ സിനിമാ സ്റ്റാറായി തീരും. തേവരുടെ മകൻ പെരിയ സിനിമാക്കാരനാ. അക്കാ അക്കാ നല്ല കാലം വരുമ്പോ ഇത മുത്തരാതെ അക്കാ. അശ്വതി എന്താ സ്വപ്നം കണ്ടോണ്ടിരിക്കുക? പാല് വാങ്ങിച്ചോ? അയ്യോ ഇല്ല, ഞാൻ പോയി പാല് വാങ്ങിട്ട് വരാം. ആ ശരി ശരി, ബാക്കി പണം നാളെ കൊണ്ട് കൊടുത്തിരും. ശരി, ഇത് ഇവിടെ ഒന്ന് വെച്ചേക്കോ, ഞാൻ ഇപ്പൊ വരാം. ഇനി എതുക്ക് നീ കാലല്ലേ ഓടി വന്നേ? എങ്ക പോറേ? റോഡില് ബസ്സിൽ ഇപ്പൊ വരും. യാര്? ഞാൻ ഇപ്പം വരാം. അശ്വതി അല്ലേ? ഒന്നിങ്ങി വന്നേ. എന്താ? ബാലന് കുറച്ചു ദിവസം കഴിഞ്ഞേ വരാൻ പറ്റുള്ളൂ. അവന്റെ മുതലാളി ഇന്നലെ വന്നിട്ടുണ്ട്. അയാൾ പോയിട്ട് അവനോടൊന്ന് തിരിക്കാൻ പറ്റുള്ളൂ. എന്താ സമാധാനമായില്ലേ? എല്ലാവരും ഒന്ന് എഴുന്നേക്കടാ. എടാ എടാ മാലിനി, ഇറങ്ങും സ്ഥലമെത്തി. ഏത് സ്ഥലം? പോലീസ് സ്റ്റേഷൻ. എന്താണോ ഇത്ര ലേറ്റ്? ഞാൻ ഏർലി മോർണിംഗിനെ പ്രതീക്ഷിച്ചു. എത്താവായിരുന്നടാ ഉവ്വേ. എല്ലാവരും മാറി മാറി ഓടിക്കാന്ന് പറഞ്ഞാ വണ്ടി കയറിയത്. അപ്പ തുടങ്ങി ഉറക്കവാ. ഇപ്പഴാ ഓരോരുത്തന്മാർ എഴുന്നേറ്റ് വരുന്നേ. ആ പരിചയപ്പെട്ടോളൂ, ഇതാണ് റോയ്. വലിയ എസ്റ്റേറ്റ് മുതലാളി, പണക്കാരൻ, കൺട്രോൾ ചെയ്യാൻ തന്തയും തള്ളയുമില്ല. 6 പെങ്ങന്മാർ കൂടെ ഒറ്റ ആങ്ങള, അവിവാഹിതൻ.
കുട്ടപ്പായി പറഞ്ഞില്ലേ അവിവാഹിതൻ. അത് ഉഷ എന്റെ ഫ്രണ്ടാ, എന്റെ മാത്രം ഫ്രണ്ട്. ആ പേര് ചോദിക്കാൻ വിട്ടുപോയല്ലോ. ഐ എം രാജു. പാലുണ്ണി. ഐ എം അനിൽ. ഹലോ അലക്സ്. വരൂ. ഉഷേ ശങ്കരനോട് വെട്ടിയെടുത്ത് ആത്ത് വയ്ക്കാൻ പറയൂ. ശങ്കരാ, ആ നിങ്ങൾ മുകളിലോട്ട് ചെല്ല്. ആ ചെല്ല് 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 ചെല്ല്. നാട്ടിൽ എന്താ ഉണ്ടായത് കുട്ടപ്പായി? ഓ ഒന്നും പറയണ്ട. ഒരു വള്ളംകളി, അടിപിടിയും കശപിശയും. ഒരുത്തൻ ചാകാറായി ആശുപത്രി കിടക്കുക. നമ്മുടെ പണിക്കരുടെ ആളാ. പണിക്കരുമായിട്ട് ശരിക്കങ്ങ് തെറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അത് ഞാൻ സ്ട്രോങ് ആയതുകൊണ്ട് ഒരു മാസത്തേക്കൊന്ന് മുങ്ങിക്കൂടാൻ DSP പറഞ്ഞു. മോളിക്കുട്ടിക്ക് അറിയത്തില്ല ഞാൻ ഇങ്ങോട്ടാ പോന്നിരിക്കുന്നെന്ന്. അറിഞ്ഞാ പിന്നെ ടെലഗ്രാമും ഫോൺ കോളായിട്ടും എനിക്ക് ഇവിടെ ഇരിക്കപ്പുറത്ത് കയറിയല്ല. യവന്മാരാരടാ ഈ ചിന്ന കമ്പനി? നമ്മുടെ പാർട്ടീസാ, നമ്മുടെ കോളേജിലെ സ്റ്റുഡൻസാ. ഇവന്മാരാണ് ശരിക്കും കുഴപ്പം ഉണ്ടാക്കിയത്. എനിക്ക് പണ്ടും കൊച്ചു പിള്ളേരുമായിട്ടായിരുന്നല്ലോ കമ്പനി. ഞാനും കൊച്ചു പയ്യനല്ലേടാ. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് വേഗം റെഡി ആയിട്ട് വരാം. നീ എങ്ങും പോയിക്കളയരുത്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ ഓഫീസാ? എക്സ്പോർട്ട് ഓഫീസ്. புது புது ஸ்டாஃப்ஸ் வரும்போது ராய் முதலாளி எங்க முதலாளி சேர்ந்து தானே இன்டர்வியூ ചെയ്യുന്നത്. ஆனா ஒண்ணு, ராய் முதலாளி ஆபீஸ்க்கு வர மாட்டே. അങ്ങേർക്ക് എക്സ്പോർട്ട് தேவையுள்ளപ്പം ഇവിടുന്ന് സ്റ്റാഫിനെ ബംഗ്ലാവിലേക്ക് അയച്ച് ഡെലിവറി എടുക്കും. അതുതാ എങ്കിലെ തഴക്ക പഴക്കങ്ങൾ. ഇതുതാ എങ്ങളുടെ ഓഫീസ്. ഒരുപാട് പെണ്ണുങ്ങളുണ്ടല്ലോ. അതിൽ എങ്ങളുടെ സ്റ്റാഫാ. ഒന്ന് കേറിയിട്ട് പോണോ? അളിയ ഇത് മറ്റേ കേസാ. മുത്തുവണ്ണ മുത്തുവണ്ണ അളിയത് സ്ഥലം മറ്റേതാ. ഈ മുത്തോണ്ണ നല്ല സ്നേഹമുള്ളവരല്ലയോ? പാവം. അതാണ്. കിടക്കുമോ? கிடைக்கும். ஆனா இது வந்து ஓல்டு ஸ்டாக். 3-4 புதிய ஸ்டாஃப்ஸ் வந்துട്ടുണ്ട്. அவங்க சண்டே കഴിഞ്ഞ വരൂ. நீங்க கொஞ்சம் കൂടി ഇരുട്ട് കൂടിയിട്ട് വാங்க സാറന്മാർ. അയ്യോ മുത്തുവാ, നമുക്കൊന്ന് കൂടാ. അല്ലല്ലോ ഒരു കാര്യം, നിങ്ങൾ നടന്നു. ഞാൻ ചില ടേംസ് ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. അതല്ല ഞാൻ അല്ല ഇത് വേറൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. വരാം വരാം. ചാറ്റ ചാറ്റ. എങ്ങോട്ടാ മോളെ? മാർക്കറ്റിൽ പോയായിരിക്കും. അതെ. അത് ശരി. അയ്യോ ഈ മോളെ ഏതാ? ഇത് നിങ്ങളുടെ സ്റ്റാഫിൽ പെട്ടതാണോ? ഇല്ല, എങ്ക സ്റ്റാഫിന്റെ മോളാ. അമ്മയുടെ മോളെ അശ്വതി. അശ്വതി. സംഗതി കൊള്ളാലോ. അല്ല, ഇതിനെന്താ നിങ്ങളുടെ സ്റ്റാഫ് എടുക്കാഞ്ഞേ? അയ്യോ എടുക്കാഞ്ഞിട്ടാണോ സാറേ? ഒരു ഇന്റർവ്യൂവിന് പോലും അമ്മ വിടില്ലല്ലോ. പൊന്നുപോലെ വളർത്തുകയല്ലേ. പിന്നെ പരമ്പര ഇതല്ലേ സാറേ. ഇന്നല്ലെങ്കിൽ നാളെ ഇത് എങ്ക സ്റ്റാഫിൽ എത്തും. പിന്നെ നിങ്ങളെ പോലെ പയ്യന്മാരുണ്ടല്ലോ, ഒന്ന് ധൈര്യമാ മുട്ടി നോക്കണം സാറ്. മുട്ടി നോക്കട്ടെ മുത്തു. ധൈര്യമായിട്ട് മുട്ടി നോക്കണം. അവള് വരുന്നുണ്ട്, വേഗപ്പാ. കലക്കി നല്ല അസൽ പാണ്ടി. എന്നെ കണ്ട ഒരു തമിഴ് ലുക്ക് കൊണ്ടാടേ. ഉണ്ടടാ, വേഗം ചെല്ല്. അശ്വതി കുട്ടി. എന്നെ നിനക്ക് മനസ്സിലായില്ലേ? എങ്ങനെ മനസ്സിലാവാനാ? ഇത്രയുള്ളപ്പ പിരിഞ്ഞില്ലേ? തേനിയിലുള്ള ശങ്കരമ്മാവനെ പറ്റി അമ്മ ഒന്നും പറഞ്ഞിട്ടില്ലേ? ശങ്കരമ്മാവനോ? ആ നീ അമ്മണിച്ചിരിയുടെ മോളല്ലേ? അതെ. ഈ അപ്പുക്കുട്ടൻ ചേട്ടനെ നീ അങ്ങ് മറന്നു ജോലി. അമ്മണിച്ചിട്ട വീട്ടിലുണ്ടോ? ഇല്ല, പുറത്തു പോയിരിക്ക. വന്നു കാണും. വരാതിരിക്കുന്ന നല്ലത്. അല്ല, നമുക്ക് ചിറ്റ ഒന്ന് പറ്റിക്കണം. നിനക്ക് എന്നെ മനസ്സിലാകാത്ത സ്ഥിതിക്ക് ചിറ്റയ്ക്കും എന്നെ മനസ്സിലാകാതിരിക്കാനാണ് സാധ്യത. എടാ, മുത്തു പറഞ്ഞത് നേരാ. എവള് വീഴും ഉറപ്പാ. പിന്നെ അശ്വതിക്കുട്ടി, ഞാൻ അച്ഛനുമായിട്ടൊന്ന് ഉടക്കി. അതാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്ന്. അശ്വതിക്കുട്ടി അല്ലാതെ ഈ ജന്മത്ത് വേറൊരു കല്യാണം വേണ്ടെന്ന് ഞാൻ തീർത്തു പറഞ്ഞു. ചിന്ന വയസ്സിലെ മനസ്സിക്കുള്ള വന്ന ഒരു ആസ താനെ.
തേനിയിലായതുകൊണ്ടേ മലയാളത്തിനിടയ്ക്ക് തമിഴ് കയറി വരും. അതുതാ എന്നോട് പഴക്കം. അശ്വതിക്കുട്ടി നിന്നെ ഞാൻ പറയുന്നേക്ക്. എൻ കണ്ണ്, എൻ മൂക്ക്, എൻ പല്ല് ഞാൻ ഇളന്തപ്പഴം വാങ്ങിത്തരേ. അശ്വതിക്കുട്ടി കൊഞ്ചം നില്ല്. തെൻ റോസാപ്പൂ റൗക്കക്കാരി വാസമലരെ നില്ല്. ഞാൻ പറയുന്ന കേക്ക്. ഞാൻ ഇളന്തപ്പഴം വാങ്ങിത്തരേ. നിജമാ വാങ്ങിത്തരേ. അശ്വതിക്കുട്ടി ഇതാരടി? നിങ്ങളാരാ? ഞങ്ങള് ബന്ധുക്കളാ. നാണിക്കാതെ പറഞ്ഞു കൊടുക്കടി. ഞാൻ നിന്നെ കെട്ടാമെന്ന് മുറച്ചെറുക്കനാണ്. ആരടി ഇവൻ? അയ്യോ എനിക്കറിയില്ല അമ്മേ. അമ്മേ? അയ്യോ അമ്മിണി ചിറ്റ. അയ്യോ എന്നെ മനസ്സിലായില്ലേ? തേനിയിലുള്ള അപ്പുക്കുട്ടമ്മാവന്റെ മോൻ ശങ്കരമ്മാവൻ, അല്ല ശങ്കരമ്മാവന്റെ മോൻ അപ്പുക്കുട്ടൻ. അന്ന് ചിറ്റ ഇത്രേ ഉള്ളു. അയ്യോ അല്ല ഞാൻ എന്തിനാ ഇപ്പൊ എടുക്കുന്നത്? അയ്യോ അയ്യോ ഓടിക്കോ. ഹലോ, ആരാ? ബാങ്ക് മാനേജരോ? ബാങ്ക് മാനേജരാ. പ്ലീസ് ഹോൾഡ് ഓൺ. ഞാൻ അകത്ത് പോണം അല്ലേ? പോണം. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ റോയിയാണ്. സാർ 2 ദിവസത്തേക്ക് കൂടി ക്ഷമിക്കണം. എന്റെ ഫൈനാൻഷ്യർ ഇന്ന് രാത്രി ഇവിടെ എത്തും. തിങ്കൾ അല്ലെങ്കിൽ ചൊവ്വ മുഴുവൻ തുകയും ഞാൻ തിരിച്ചടയ്ക്കാം. ശരി ശരി സാർ. എല്ലാം എനിക്കറിയാം സാർ. ഏറിയാൽ ചൊവ്വാഴ്ച. ഇനി ഞാൻ അവധി പറയില്ല. ശരി സാർ. കേട്ടിട്ട് തമാശ തോന്നുന്നു. ആ തമിഴൻ ദേവരെ ഇത്രയ്ക്ക് പൂതി ഇളകി കളഞ്ഞ പെണ്ണ് അവൾ ആരാ? അശ്വതി. 55 വയസ്സ് കഴിഞ്ഞ തേവർക്ക് ആ കൊച്ചു പെണ്ണിനെ കീപ്പായിട്ട് വെക്കണം. അത് ഇടപാടാക്കി കൊടുത്താൽ എന്റെ കടം കുറച്ചു നാളത്തേക്ക് കൂടി നിർത്തിത്തരും. അപ്പൊ ഞാൻ ആരാടാ? ദിവംഗതനായ ഇരിപ്പുങ്കൽ വർക്കിയുടെ മോനാരാ? ബ്രോക്കർ റോയി. അതും ഒരു അൺസക്സസ്ഫുൾ ബ്രോക്കർ. பக்காளி வெட்டிடுவேன். அந்த பொண்ணு செட்டப் பண்ற 4 தடவை சொன்னேன். செஞ்சியா? മുതലാളിന്റെ ദിവസത്തേക്ക് കൂടി ഒന്ന് ക്ഷമിക്കണം. ഇനി അത് നടന്നില്ലെങ്കിൽ കുറച്ച് പണമെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. குறைச்ச பணமா? ஏண்டா விளையாடுறியா? கொஞ்சம் பணமா எனக்கு நீ கொடுக்கணும். எவ்வளவு பணம் கொடுக்கற தெரியுமா? മുതലാളി പതുക്കെ. നാട്ടിൽ നിന്ന് കുറച്ച് ഗസ്റ്റുകളുണ്ട്. എന്നെ അവമാനിക്കരുത്. இந்த பதுக்கு இதுக்கெல்லாம் பேச எனக்கு தெரியாது. நான் சத்தம் போட்டு தான் பேசுவேன். நீ 1 நம்பர் ஃப்ராடுன்னு எல்லாருக்கும் தெரியட்டும். யோ ஐயரே, பெட்டி தரையா சரியா சீக்கிரம். பாத்தியாடா, நீ உங்க அப்பனுமா எனக்கு எழுதி கொடுத்த கடன் பத்திரம் உங்க எஸ்டேட் பூரா திருப்பி கொடுத்தாலும் என் கடனை அடைக்க முடியாதுடா. உங்க கடனை எப்படி வசூல் பண்றதுன்னு எனக்கு தெரியும். உங்க அக்கா தங்கச்சிங்களுக்கு சீதனமா எழுதி கொடுத்தீங்களே சொத்து, அதையும் சேர்த்து அமைக்கிறேன். திருட்டு ராஸ்கல். எடியா போட்டியா? മുതലാളി പ്ലീസ്. டேய், உனக்கு கொஞ்சம் டைம் கொடுக்கறேன். அது கூட உனக்காக இல்ல, உங்க அப்பனுக்காக. இன்னைய ராத்திரியும் நாளைய பகலும் அதுக்குள்ள. டேய், ஊர்ல வேற பொண்ணே கிடைக்கலன்னு இல்லடா. தேவர் ஒரு பொண்ணை நினைச்சிட்டா அதை முடிச்சிடணும். அது ஏன் பழக்கம் இல்லடா, என் பரம்பரை பழக்கம். வர பாப்பா, நல்லா இருக்கிறியாம்மா? ஐயே, ചായോ, ഈ പാവി എല്ലുന്നിടം പാതാളം എന്ന് പറയുന്ന പോലായി. നമുക്കിവിടെ നിക്കക്കളിയില്ലെന്നാ തോന്നുന്നു. റോയിയെ സഹായിക്കേണ്ടത് നമ്മുടെ ഒരു കടമയാ. ഒന്നുമില്ലല്ലോ, അഭയം തന്നോനല്ലേ. എങ്ങനെ? പറയാം. അല്ലേ, ഇതാരൊക്കെയാ? വാങ്ങ സാർ, വാങ്ങൂ. അല്ല, പരിചയപ്പെടലൊക്കെ കഴിഞ്ഞോ?
ഒരു സ്ഥലത്ത് വരുമ്പോ അവിടുത്തെ ദിവ്യന്മാരുമായിട്ടൊക്കെ ഒരു വാങ്ങു സാർ വാങ്ങു. ഓരോരുത്തർക്ക് വേണ്ടവരൊക്കെ സെലക്ട് ചെയ്തോ. ആ നില്ലേ എനിക്ക് വേണ്ട വിളക്കേറി നിങ്ങൾ സെലക്ട് ചെയ്തല്ലോ. ആരാടി അമ്മിണി? ഇടി അമ്മിണി ആരാണെന്ന്. അമ്മിണി ഇന്റെ കൂട്ടത്തിലില്ല സാർ, ഞാൻ കൂപ്പിട്ട് വരാം. അതപ്പോ നിങ്ങൾ തുടങ്ങി. അവിടെ വിളിക്കുന്നു. ആര്? റോയ് സാറിന്റെ ഫ്രണ്ടാ, പുറത്തുനിന്ന് വന്നതാ. ആരായാലും എനിക്ക് വയ്യെന്ന് പറ. വയ്യെന്നോ? ആരാണ് അവള്? വേശ്യാലയത്തിലെ ശീലാവതിയോ അതോ സദാചാരത്തിന്റെ കാവൽ മാലാക്കയോ? വിളിയാളെ. അത് വന്ന് ഞാൻ പറയുന്നത് കേൾക്ക് സാർ. ഞാൻ പറയുന്നത് കേൾക്ക് സാർ. അമ്മണി ആര് പറഞ്ഞു? അവളെ വിളി, അവളെ മോളെ വിളിക്കണം. അടിക്കല്ലേ അങ്ങനെ വരുന്നേ. അവളെ മോളെ വിളിക്കണം. അവളെ വിളി, അവളെ മോളെ വിളിക്കണം. എന്താ ഇത്? എന്താണ് വേണം? ആരാടാ ഇയാള്? മുതലാളി. ആരാ മുതലാളി? എഗ് മുതലാളി. ഓ താനാണല്ലേ മത്തായി. എവിടോ അമ്മണി? വിളിയണം. എനിക്ക് അവളെ വേണം, അവളെ മോളെ വേണം. വിളിയണം. ഒന്ന് അടങ്ങ്, നമുക്കൊക്കെ വഴിയുണ്ടാക്കാം. എവിടെയാണ് അവള്? അന്ത റൂമിലുണ്ട് സാർ. എവിടെ അവള്? ബഹളം കെട്ടി ഇറങ്ങി ഓടിക്കാണും. അവര് തമ്മിൽ കണ്ടോ? ഇല്ല. രക്ഷപ്പെട്ടു. എവിടെ അമ്മണി മോളും? അവള് ഈ ബഹളം കേട്ടതിൽ പോയെന്ന് തോന്നുന്നു. നീ ആ റോയിയെ പറ്റിച്ച പോലെ എന്നെ പറ്റിക്കാമെന്ന് വിചാരിക്കണ്ട. ബഹളം വെക്കാ സാറേ, ഇതൊരു പബ്ലിക് പ്ലേസ് അല്ലേ? പിന്നെ പബ്ലിക് പ്ലേസ്. സാറ് വാ, എടാ, നീ നമുക്ക് വലിയ പറയാം. വാചകമൊന്നും അടിക്കാൻ വാന്ന് ഞാനല്ലേ കള്ളനാണ്. പറഞ്ഞത്. കയ്യെന്ന് വിട. എടാ വിട. വിടണം. നമ്മൾ ഇവിടെ വന്ന് ന്യായമായ ഒരു കാര്യത്തിനാ. അവൾ എന്തിനാ ഇറങ്ങി ഓടണം? അവൾ ആരാ? ശീലാവതിയോ അത് അവിടെ ചേച്ചിയോ? അതൊന്നും അല്ലല്ലോ. നമ്മളൊക്കെ പോലെ തന്നെയല്ലേ അവളും. അച്ഛൻ ഇങ്ങോട്ട് വന്നേ. നീ വിടറാ. നമ്മൾ വന്ന കാര്യം സഹിക്കാതെ പോകുന്ന പ്രശ്നം. ശരിയാവുന്നു ഞാനല്ലേ പറയുന്നത്. എടാ മത്തായി, ഇന്ന് ഇരുട്ടുന്നതിന് മുമ്പ് അവളെയും മോളെയും റോയിയുടെ ബംഗ്ലാവിൽ എത്തിച്ചില്ലേ കുട്ടപ്പായുടെ സ്വഭാവം നീ മനസ്സിലാക്കും. അച്ഛൻ വണ്ടിലോട്ട് കയറിയട്ടെ. കേറേ. എന്താടി നോക്കിയിരിക്കുന്നത്? പോകത്ത്.